ഹായ് ഹലോ മക്കളെ. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മാസം മുന്നിലുണ്ട്. എന്നാലും അത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഇപ്പം കഴിയും. നമുക്ക് മെല്ലെ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവന്റെ ജനിതകം അല്ലെങ്കിൽ എന്താണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ആ ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് അല്ലേ? അപ്പോൾ അതിൽ മെന്റൽ ലോസ് അല്ലെ, ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു ഭാഗമാണ് മോണോ ഹൈബ്രിഡ് ക്രോസും അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും നമ്മളോട് ചോദ്യം ചോദിക്കാറുണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പൊ അത് പല കുട്ടികൾക്കും കൺഫ്യൂസിങ് ആണ്. എന്താണ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസും അതുപോലെ തന്നെ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസും എന്നുള്ളത്? അപ്പൊ ഈ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും തമ്മിലുള്ള വ്യത്യാസങ്ങളും അത് എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള കാര്യം മിസ് ഇന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. നിങ്ങൾക്ക് 3 മാർക്ക് എക്സാമിന് ഒരു 3 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ മോണോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിൽ മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ മീൻസ് 1 ആണ് അല്ലെ? മോണോ എന്ന് പറയുന്നത് 1 ആണ്, റൈറ്റ്? അതായത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞാൽ മെന്റല് പീ പ്ലാന്റിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ആ പല ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടും എന്താണ് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ അതിൽ ഒറ്റ ഒരു ക്യാരക്ടർ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് അതിനെ കൺസിഡർ ചെയ്ത് നമ്മൾ ക്രോസ് ചെയ്യുന്നതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം ടോൾനെസ് എന്നുള്ള ക്യാരക്ടർ അല്ലെ? അപ്പൊ ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ കാണിക്കും അല്ലെ? എന്താണ്? ഡോർഫ് അല്ലെ? ഡോർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ്, അതായത് നീളം കൂടുതലുള്ളതും പിന്നെ നമ്മുടെ കുഞ്ഞനായിട്ടുള്ളത് അല്ലെ, ചെറുതായിട്ടുള്ളതും ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ആ ഒരു ക്യാരക്ടറിനെ മാത്രമാണ് നമ്മൾ ആ ഒരു ക്രോസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് അതിന്റെ പൂവിന്റെ കളർ. ഓക്കെ, പൂവിന്റെ കളറിൽ ഷെയ്ഡ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. വൈറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പർപ്പിൾ കളർ ഉണ്ടാവും. ഓക്കെ, അതൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും അല്ലെ? പിന്നെ ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് നമ്മളിലും ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ ഒരു ക്യാരക്ടറിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മക്കൾക്ക് കാര്യം മനസ്സിലായോ? ഇതിനെ നമ്മൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് വായിക്കുന്ന സമയത്ത് നമുക്കെല്ലാം കൂടെ ഒരുമാതിരി ഒരു അവിയൽ പരുവത്തിലാണ് ആ ഒരു ഭാഗം നമുക്ക് ഉണ്ടാവുക അല്ലെ? അപ്പൊ അതുകൊണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും നമുക്ക് അങ്ങനെ വലിയൊരു പേടിക്കേണ്ട ഒരു ഭാഗമല്ല. പക്ഷെ നിങ്ങളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് മിസ് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ ആ ഒരു ക്രോസിംഗ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം അല്ലെ? ഇവിടെ പാരന്റൽ പ്ലാന്റ്സിന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു പീ പ്ലാന്റിന്റെ പാരന്റ്സ് അല്ലെ? അവിടെ എന്താണ്? ടോൾ ആയിട്ടുള്ള ഒരു പാരന്റും ഉണ്ട്, ഡോർഫ് ആയിട്ടുള്ള ഒരു പാരന്റും ഉണ്ട് അല്ലെ? ടോൾ ആയിട്ടുള്ള ഒരു പാരന്റും ഉണ്ട്, അതുപോലെ തന്നെ ഡോർഫ് ആയിട്ടുള്ള ഒരു പാരന്റും ഉണ്ട്. മിസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെയാണ് എടുത്തത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ടോൾ ആയിട്ടുള്ള പാരന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്യാപിറ്റൽ ടി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ടി എന്ന് കാണിക്കുന്നത് എന്തിനാണ്? ടോൾനെസ്സിനെയാണ് കാണിക്കുന്നത്. ഇനി ഡോർഫ് ആണെങ്കിൽ നമ്മൾ ഡി വെച്ചിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സ്മോൾ ടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡോർഫ് ആണെങ്കിൽ എന്താണ്? നമ്മൾ സ്മോൾ ഡി അല്ലെങ്കിൽ ഡി വെച്ചിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ ടി വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഫ്ലവറിന്റെ കളർ ഓക്കെ വൈറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ വൈറ്റിൽ ക്യാപിറ്റൽ ഡബ്ല്യു നമ്മൾ എടുക്കും, പിന്നെ എന്താണ്? സ്മോൾ ഡബ്ല്യു പർപ്പിളിന് എടുക്കും അല്ലെ? അപ്പൊ അതുപോലെ ഓരോ ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ അതിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ഏതാണോ എടുക്കുന്നത് അതിന്റെ തന്നെ സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പർപ്പിളിന് പിയും വൈറ്റിന് ഡബ്ല്യു ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടിയുമാണ് ടോൾ ആയിട്ടുള്ള പാരന്റിന്റെ ആ ഒരു ജീനോ ടൈപ്പ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ ടി ആണ് എന്ത്? ഡോർഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ ക്രോസ് ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് നടക്കുന്നത് അല്ലെ? മോണോ ഹൈബ്രിഡ് ക്രോസിംഗ് ആണ്. കാരണം എന്താ? ഇവിടെ നമുക്ക് ടോൾനെസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ മക്കൾക്ക്? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്?
ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഇനി അടുത്തത് വീണ്ടും എന്താണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അപ്പൊ ആദ്യത്തെ ടീന്റെ ക്രോസിങ് നമ്മൾ ചെയ്തു. ഇനി രണ്ടാമതൊരു ടി ഉണ്ടല്ലോ, ക്യാപിറ്റൽ ആയിട്ട് രണ്ടാമത്തെ ടി ഉണ്ടല്ലോ. ഇവിടെ ആ ഒരു ക്യാപിറ്റൽ ടി നമ്മൾ ആദ്യം ഈ ഒരു സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. വീണ്ടും ആ ടിയും ഈ ഒരു സ്മോൾ ടിയും ആയിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കിട്ടും. ഓക്കെ, അപ്പം അവിടെ ഈ പാരൻസ് തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഓഫ് സ്പ്രിങ്സ് ആണ് അല്ലെ, അവരുടെ കുട്ടികളാണ് ഈ പറഞ്ഞ 4 എണ്ണം അല്ലെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു പൊടികൾ, അതായത് ആദ്യത്തെ ജനറേഷൻ ആണ് അല്ലെ, നമ്മളിവിടെ ഒരു പാരന്റ് ജനറേഷൻ എടുത്തു, അത് കഴിഞ്ഞ് ആ പാരന്റ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ജനറേഷൻ ആണ് ഇത് അല്ലെ. ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ജനറേഷനെ നമ്മൾ എന്താണ് വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്യാണ്. സെൽഫ് പോളിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് വീണ്ടും വരെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആ പ്രോജനീസിനെ തന്നെ നമ്മൾ എടുത്തിട്ട് വീണ്ടും ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്നൊരു പ്രോജനീനെ അവിടേക്ക് എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ വീണ്ടും നമ്മൾ ഈ ഒരു സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണ്, ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഒരു പാരന്റ് അങ്ങനെ ആയിരിക്കുമല്ലോ. അടുത്തത് ഏതാണ്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യും അല്ലെ. അതാണ് അവിടുത്തെ പാരന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ പുന്നറ്റ് സ്ക്വയർ ഒന്ന് വരച്ചാലോ, എന്നാൽ നിങ്ങൾക്ക് ആ ക്രോസിങ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാ വരുന്നത്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, വേഗം ഒന്ന് ക്രോസ് ചെയ്തേ. ക്യാപിറ്റൽ ടിയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ വീണ്ടും ടി ടി ആയിട്ട് കിട്ടും അല്ലെ. ഇനി ഇത് തമ്മിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കിട്ടും. വീണ്ടും ഇവിടെ നമുക്ക് അടുത്തതുണ്ട് അല്ലെ, ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഇതുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. അപ്പം സ്മോൾ ടി വരും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ F2 ജനറേഷൻ അല്ലെ, മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷൻ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ക്രോസിംഗിന്റെ ആ ഒരു റിസൾട്ട് ആണ്, ആ ഒരു പ്രോജനീസ് ആണ് F2 ജനറേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ F2 ജനറേഷൻ നമ്മൾ നോക്കിക്കേ. ഇവിടെ ആദ്യത്തേത് നമുക്കറിയാം ക്യാപിറ്റൽ ടി ആണ് കിട്ടിയിരിക്കുന്നത്. ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതെന്താണ്, ഓട്ടോമാറ്റിക്കലി ടോൾ ആയിരിക്കും അല്ലെ. അതെന്താണ്, ടോൾ ആയിരിക്കുമല്ലോ, അതിലൊരു സംശയമില്ലല്ലോ. അപ്പൊ ആദ്യത്തെ എന്താണ്, ടോൾ ആയിരിക്കും. ഇനി രണ്ടാമത്തത് സെക്കൻഡ് വൺ എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പൊ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട് എങ്കിൽ അത് മാത്രമാണ് അവിടെ എന്താണ് പ്രോജനിയിൽ അത് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ലൈവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ലൈവും കൂടെ ഒന്ന് പോയി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ വൈസ് ഇങ്ങനെ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, വീണ്ടും ടോൾ ആയിരിക്കും. ഇനി അടുത്തത് നോക്കിയാലോ. അപ്പോൾ 1ഉം 2ഉം ടോളാണ്. ഇനി മൂന്നാമത്തെ പ്രോജനെ നോക്കിക്കേ, വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. അപ്പൊ അവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ടല്ലോ, ക്യാപിറ്റൽ ടി ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി ടോൾ അല്ലേ. അപ്പൊ മൂന്നാമത്തെ എന്താണ്, ടോളാണ്. ഇനി വരുന്ന എന്താണ്, സ്മോൾ ടി ആണ്. അപ്പൊ സ്മോൾ ടി ആണെങ്കിൽ അവിടെ എന്താണ്, ടോൾനെസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറേ കാണിക്കുന്നില്ല. അതെന്തായിരിക്കും, നാലാമത്തത് ഡോർഫ് ആണ് അല്ലെ, സ്മോൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഡോർഫ് ആണ്, ചെറുതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പം ഇവിടുത്തെ ഒരു റേഷ്യോ നിങ്ങൾ നോക്കിക്കേ, 3 എണ്ണം ടോളും അതുപോലെ 1 എണ്ണം ഡോർഫും ആണ്. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസിൽ F2 ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 3:1 ആണ്. ഈ റേഷ്യോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു 3:1 റേഷ്യോ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ 3:1 റേഷ്യോ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് മക്കൾക്ക് മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇത് ഈ ഒരു സെയിം മിസ് ഇപ്പോൾ പറഞ്ഞ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ക്രോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്തു അല്ലെ. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പൊ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഡൈ എന്ന് വെച്ചാൽ 2 അല്ലെ. അപ്പൊ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മോണോയിൽ നമ്മൾ ടോൾനെസ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ മാത്രം എടുത്തു അല്ലെ, ഹൈറ്റ് ആ ഒരു ക്യാരക്ടർ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ക്യാരക്ടറും കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടോളും അതുപോലെ റൗണ്ട് സീഡഡും. ഓക്കെ, ടോളും റൗണ്ട് സീഡഡും അതുപോലെ ഡോർഫും
wrinkled ആയിട്ടുള്ള സീഡഡും. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഡൈ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ക്യാരക്ടറിനെ നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? അപ്പൊ ഡൈ ഹൈബ്രിഡിൽ രണ്ടെണ്ണമായിരിക്കും. മോണോ ഹൈബ്രിഡ് ആണെങ്കിൽ എന്താണ്? സിംഗിൾ ആയിട്ടുള്ള ക്യാരക്ടറെ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കൾ, നോക്കിക്കേ ഇവിടെ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്താണ്? റൗണ്ട് എന്ന് പറയുന്നതും ടോൾ എന്ന് പറയുന്നതുമാണ് അവിടുത്തെ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അതായത് ആ ഒരു ക്യാരക്ടർ ആണ് എപ്പോഴും കാണിക്കുന്നത്. അത് നമ്മൾ വെറുതെ ഇങ്ങനെ ഓർത്താൽ മതി. നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് ടോളും അല്ലെങ്കിൽ റൗണ്ടും ആയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡോർഫും അതുപോലെ തന്നെ വ്രിങ്കിൾഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്ന് വിചാരിക്കാം. വെറുതെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ടോൾ ആൻഡ് റൗണ്ടഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് എന്താ മീൻസ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം ആ ഒരു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണ് ഒരു നമ്മുടെ ആ ഒരു ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിന്റെ എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ ആൻഡ് സ്മോൾ ആർ. അതാണ് ഡോർഫും വ്രിങ്കിൾഡ് ആയിട്ടുള്ളതിന്റെ ആ ഒരു ജീനോ ടൈപ്പ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഗമീറ്റ്സ് എടുക്കുകയാണ്. ഇതാണല്ലോ രണ്ട് പാരന്റ്സ്. അപ്പൊ രണ്ട് പാരന്റ്സിൽ നിന്ന് നമ്മൾ എന്താണ്? ക്യാരക്ടറിന്റെ ഓരോന്ന് എടുക്കണമല്ലോ. അപ്പൊ ക്യാപിറ്റൽ ടിയിൽ നിന്ന് നമ്മൾ രണ്ട് ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ ആ ടോൾ എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മൾ എടുത്തു, പിന്നെ അതിന്റെ ഒരു ടി എടുത്തു, പിന്നെ രണ്ട് ആർ ഉള്ളതിൽ നിന്നും നമ്മൾ എന്താണ്? ഒരു ആർ എടുക്കുന്നു. അങ്ങനെ നമുക്ക് അവിടെ ഗമീറ്റ്സ് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറും സ്മോൾ ടി സ്മോൾ ആറും കിട്ടും. ഓക്കെ, അപ്പൊ ഇവരെ തമ്മിൽ നമുക്ക് എന്താണ്? വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ F1 ജനറേഷനിൽ നമുക്ക് കിട്ടുന്നത്, ഇവരെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ F1 ജനറേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടില്ലേ? അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് F1 ജനറേഷനിൽ ഇങ്ങനെ തന്നെ കിട്ടും അല്ലെ, 4 എണ്ണം അങ്ങനെ തന്നെ കിട്ടും. ഇനി ഇവരെ തമ്മിൽ എന്താണ്? നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യാണ്. അതാണ് F2 ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ F2 ജനറേഷനിൽ നിങ്ങളോട് ഒരിക്കലും എന്താണ്? അത് ക്രോസ് ചെയ്ത് കാണിക്കാൻ ചോദിക്കില്ല. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്ത് പോകാം. അപ്പൊ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കോളം ഫില്ല് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അതായത് ഇത് തമ്മിൽ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാം, അതായത് ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അടുത്തത് വരുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ടാവും. അടുത്തത് വരുമ്പോഴോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ദെൻ ആർ വരും. അതുപോലെ തന്നെ ഓക്കെ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും. ഇതേപോലെ തന്നെയാണ് ഇത് മുഴുവൻ നമ്മൾ ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മിസ് വേഗം ഇത് ക്രോസ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുത്തെഴുതാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, പിന്നീട് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, പിന്നെ വേഗം നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നാണ് മിസ്സിന് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ലൈവിൻ്റെ സമയത്ത് ഒന്നും കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എടുക്കാം. സോ okay, capital R, then yes. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും നേരം അല്ല കാണാത്ത, ആ പാരൻസിൽ കാണാത്ത പല ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അല്ലേ? അതായത് ഡോർഫും റൗണ്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ടോളും റിങ്കിൾഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ക്യാരക്ടേഴ്സ് ഇവിടെ മാറി വരുന്നുണ്ട്. നമ്മളത് മെന്റലിന് ലൂസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ക്രോസസ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു ഭാഗം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടെ ഒരു പ്രോജനീസ് ഫോം ചെയ്യുന്നത്. ഇത്രയും പ്രോജനീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓരോ നമ്മളിപ്പോൾ എണ്ണുമ്പോഴത്തേക്ക് സമയം പോകുമായതുകൊണ്ടാണ് മിസ് അത് ഓരോന്ന് എണ്ണി കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 9:3:3:1 ആണ്. ഓക്കെ, അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസിലെ F2 ജനറേഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മീൻസ് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്. അത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ റേഷ്യോയിലേക്ക് എത്തും. ഓക്കെ, ടോൾ ആയിട്ടുള്ളതും അതുപോലെ റൗണ്ട് ആയിട്ടുള്ളതുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഡോർഫും റിങ്കിൾഡും ആയിട്ടുള്ളത് ഒരെണ്ണം ഉണ്ടാവും. അത് കൂടാണ്ട് എന്താണ്? ടോളും റിങ്കിൾഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? ഡോർഫും പിന്നെ അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ളതും ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ എല്ലാം കൂടി നമ്പറാണ് നമ്മൾ 9:3:3:1 എന്ന്
അവസാനമായിട്ട് ആ റേഷ്യോയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഡൈ ഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മളോട് എപ്പോഴും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് മോണോ ഹൈബ്രിഡിൽ നമ്മളിപ്പോൾ ടോൾ എന്നുള്ള ക്യാരക്ടർ എടുത്തു, അതിന് പകരം നിങ്ങളോട് റൗണ്ട് സീഡ്സിന്റെ ക്യാരക്ടർ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവറിന്റെ കളർ ചോദിക്കാം. ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഇങ്ങനെ മാറി മാറി തന്നുകൊണ്ടിരിക്കും, ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ ഡൈ ഹൈബ്രിഡിൽ നമ്മളോട് എപ്പോഴും ഈ റേഷ്യോ ആണ് ചോദിക്കാറുള്ളത്. ഇത് ക്രോസ് ചെയ്യാൻ നിങ്ങളോട് പറയില്ല, പക്ഷെ എന്താണ് നിങ്ങളോട് ഈ ഒരു ഗമീറ്റ്സ്, അതായത് ആദ്യത്തെ F1 ജനറേഷനിലുള്ള ആ ഗമീറ്റ്സ് എഴുതാൻ നിങ്ങളോട് പറയും. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഡൈ ഹൈബ്രിഡിലും മോണോ ഹൈബ്രിഡിലും യാതൊരുവിധ സംശയം ഉണ്ടാവാൻ പാടില്ല. അത് സെറ്റ് ആക്കി വെച്ചോളാം. നമുക്ക് എപ്പോഴും എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതും കൂടെ നിങ്ങൾ ഓർത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചോളാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജനറ്റിക്സ് ഓഫ് ലൈഫ് ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ എല്ലാവരും പോയി കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലൈവിൽ കറക്റ്റ് ആയിട്ട് വരാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ ബൈ.